ക്രൈസ്തവ വിരുദ്ധ ഗറില്ല തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ 3 വൈദികരും ഒരു സന്യസ്തനും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടു. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ രക്തസാക്ഷികളായ ഫാദർ ലൂയിജി കരാര, ഫാദർ ജിയോവാനി ഡിഡോണി, ഫാദർ വിറ്റോറിയോ ഫാസിൻ എന്നീ സേവിയറൻ മിഷണറി വൈദികരും ഫാദർ ആൽബർട്ട് ജൂബർട്ട് എന്ന പ്രാദേശിക വൈദികനെയുമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ നാമത്തിലുള്ള പ്രേക്ഷിത സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു ഇവരെല്ലാം. പിയർ മുലേലയുടെ നേതൃത്വത്തിൽ കോങ്കോയിൽ സർക്കാരിനും അന്നാട്ടിലെ യൂറോപ്പുകാരുടെ സാന്നിധ്യത്തിനും എതിരായി ആരംഭിച്ച കലാപകാലത്താണ് ഇവർ വെടിയേറ്റ് മരിച്ചത്. കോങ്കോയുടെ കിഴക്കൻ പ്രദേശമായ കിവുവിലുള്ള ഉവീറയിൽ നടത്തപ്പെട്ട വാഴ്ത്തപ്പെട്ട പ്രഖ്യാപന തിരുക്കർമ്മത്തിന് കിൻഷാസ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫ്രിദോളിൻ അംബോംഗോ ബെസുംഗോ ഫ്രാൻസിസ് പാപ്പയെ പ്രതിനിധാനം ചെയ്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കർത്താവിനും സഹോദരർക്കും വേണ്ടി ചെലവഴിച്ച ജീവിതത്തിന്റെ നേട്ടമാണ് കോങ്കോയിലെ 4 വൈദികരുടെ രക്തസാക്ഷിത്വമെന്ന് ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചു. 1964 നവംബർ 28 കിലു കലാപത്തിനിടയിലാണ് ഈ വൈദികർ ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. വിത്തോറിയോ ഫാച്ചിനും ലൂയിജി കരാറയും ബറാക്ക ദേവാലയത്തിന് മുന്നിലാണ് വെടിയേറ്റ് മരിച്ചത്. അൽബർട്ട് ഷുബേറിനെയും ജോവാനി ദിദോണെയും കലാപകാരികൾ വെടിവെച്ച് കൊന്നത് ഫീച്ചീസിലെ ഇടവകയിൽ വെച്ചായിരുന്നു. ബറാക്ക പള്ളിയിൽ സൈനിക ജീപ്പ് എത്തിയതിന് പിന്നാലെയാണ് ക്രൂരമായ സംഭവം അരങ്ങേറിയത്. ഫാസിനെ നിർദ്ദയം വെടിവെച്ച അക്രമികൾ സ്ഥലത്ത് തുടർന്നു. അവിടെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്ന ഫാദർ കരാര പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വെടിയേറ്റ് കിടക്കുന്ന സഹോദരനെ അക്രമികൾക്ക് മുന്നിൽ കാണുകയായിരുന്നു. വൈകാതെ അദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചു. കൊല്ലപ്പെടുമ്പോൾ ഫാദർ കരാരയ്ക്ക് 31 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കോങ്കോയിലെ കലാപകാലത്ത് യൂറോപ്പുകാരും നല്ലൊരു ശതമാനം കത്തോലിക്ക പ്രേക്ഷിതരും പ്രൊട്ടസ്റ്റന്റുകാരും കോങ്കോ വിട്ടുപോയിരുന്നു. എന്നാൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പ്രേക്ഷിതർ അന്നാട്ടിൽ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു.